ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ്. ഇന്ന് വളരെ വിഷമകരമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഈ ഫാൻസി കാടയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളുടെ ബാക്കിയാണ്. നമ്മുടെ ഫാൻസി കാടയുടെ കുഞ്ഞിൻ്റെ കണ്ണിൽ എന്തോ തെനയാണ് കയറിയിട്ടുള്ളത്. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞു. അതിനുശേഷം കുഴപ്പമൊന്നും ഇല്ലാതിരുന്നതാണ്. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെയാണ് കാണുന്നത്. തീരെ അവശയായി. അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം ഞാനതിനെ എങ്ങനെയാണ് നോക്കിയെന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ ഒരു തുള്ളി മരുന്ന് രാവിലെയും അതുപോലെ വൈകുന്നേരം ഇത് 2 തുള്ളിയായിട്ടും കൊടുക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് ഒരു തുള്ളി കൊടുത്തപ്പോൾ തന്നെ, രാവിലത്തെ മരുന്ന് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞ് പെട്ടെന്ന് വല്ലാണ്ടായി. അങ്ങനെ തീരെ അവശയായി വരുമായിരുന്നു. ഇതുണ്ടോ, ഈ വീഡിയോ ഞാൻ എടുത്തു വെക്കാൻ കാരണം ഇത്രയും ദിവസം ഇതിനെ മുട്ട വിരിഞ്ഞ് വന്നപ്പോൾ മുതലുള്ള വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനതനുസരിച്ചാണ് ഓരോ പാർട്ടായിട്ട് ഇട്ടത്. അപ്പോൾ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്നെപ്പോഴും എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. തല മര്യാദ പിടിച്ചു കൊടുക്കുമേ. അങ്ങനെ മാത്രമേ തലയുള്ളൂ. ലാസ്റ്റ് അതിന് വെള്ളം കൊടുക്കാനും ഒക്കെ എനിക്ക് പറ്റി. എന്തായാലും ഞാൻ അത്ര ഇതിനൊന്നും പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചല്ല. ഹോസ്പിറ്റലിലൊക്കെ ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയി. പക്ഷേ അതിനൊന്നും അത്രയ്ക്കുള്ള ആയുസേ ഉണ്ടായിരുന്നു. ഡോക്ടറാണെങ്കിലും ഇതുപോലൊന്നും ഇതിന് മുമ്പ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞൊന്നും തന്നില്ല. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കുറേ നേരം നോക്കിയതിന് ശേഷം ഈ ഒരു മരുന്ന് തരുകയാണ് ചെയ്തത്. പിന്നെ ബാക്കി 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളത് പെരക്കകത്ത് വെച്ച് അതിനെ വളർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ കൂട്ടിൽ തന്നെ വേറൊരു കൂടുണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് മണ്ണിൽ തന്നെ ചകഞ്ഞൊക്കെ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് മണ്ണിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. പുറത്ത് ഈ ഫുള്ളായിട്ട് ഈ കൂട്ടിലേക്ക് വിടാത്തത് മറ്റു കിളികൾ വല്ലതും കുത്തുകയൊക്കെ ചെയ്ത് അത്രയ്ക്കുള്ളതേ ഉള്ളൂ, കുഞ്ഞല്ലേ. അപ്പോൾ മണ്ണിന് ഒത്തിരി ചൂടില്ലാത്ത മണ്ണൊക്കെ എടുത്ത് കുറച്ച് ചകിരിയൊക്കെ വെച്ച് അതിൽ അതിന് വേണ്ട ഫുഡെല്ലാം ഒന്നുകൂടെ മിക്സിയിലിട്ട് അടിച്ച് ചകയുമ്പോൾ കൊത്തി തിന്നാൻ എളുപ്പത്തിനുള്ള എല്ലാ പരിപാടികളും ചെയ്തു കൊടുത്തു. അങ്ങനെ നമ്മൾ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പിന്നെ ഉണ്ടായിരുന്ന 3 കുഞ്ഞുങ്ങൾ. പക്ഷേ നിർഭാഗ്യവശാൽ എന്തെല്ലാം ചെയ്തിട്ടും ഈ കുഞ്ഞുങ്ങൾ ഒരെണ്ണം പോലും നമുക്ക് ജീവനോടെ കിട്ടിയില്ല. ഓരോ ദിവസം ഓരോന്നായിട്ട് ചത്തുപോയിട്ട്. ഇതാട്ടോ നമ്മുടെ ഫാൻസി കാട. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പലയിടത്തും നോക്കി, ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഫാൻസി കാട